ഓ, എന്തൊരു മഴയത്, തോരാത്ത മഴ. ഇത്താണ്ട ഓട്ടോക്കാരനായിരുന്നു കാശ് കൊടുത്തേക്കണേ. എന്റെ ചില്ലറയില്ല. ഉം കൊടുത്തേക്ക ഞാൻ. ആ ആ ഇതെന്തോ ഇത് ഇങ്ങനെ അന്ന് മോളെ ഇങ്ങനെ ഇരിക്കാതെ ഒന്നാ, നിനക്ക് സിസേറിയനല്ലേ, കാലൊക്കെ നിവർത്തി ഇട്ട് അങ്ങനെ കിടക്ക്, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അല്ല, ഇത്രയും നേരം ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെ, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഞാൻ ഇവിടുന്ന് പോകുന്ന വരെ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടേക്കണം. പറഞ്ഞേക്കാം, പറയുന്ന അങ്ങോട്ട് കേട്ടെ. കിടക്ക. ഇതാ കുഞ്ഞു കരയുന്നു, ഒന്നെടുക്കുവാനെ. അതിനെ ഞാനിപ്പോ എടുത്തിട്ട് എന്ത് ചെയ്യാനാ മോളെ? ഞാൻ എടുത്താ കൊച്ചിന്റെ കരച്ചിൽ മാറും. അത് മോളെ അങ്ങോട്ട് എടുത്ത കൊച്ചിനെ അങ്ങോട്ട് പാല് കൊടുക്ക്. ആ കുഞ്ഞ് അതിനെ കരന്ന്, ഞാൻ എടുത്ത കൊച്ചിന്റെ കരച്ചിൽ മാറത്തില്ല. ഇത്തപ്പോഴത്തേക്ക് സാരിയൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് വരട്ടെ. പഴമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈച്ച ആടുക, നോക്കിക്കേ. ഇത് തിന്നിട്ട് എന്തോ ആകാനാ, ഒരു കുഞ്ഞു പഴം അവിടെ ഇരിപ്പുണ്ടല്ലോ തിന്ന. കുടിക്കാൻ ചായ എടുക്കട്ടെ? ഞാൻ ചായ കുടിക്കാറില്ല, ഈ ചായ ഇഷ്ടമല്ല, പാല് മതി. വിരോധം ഇല്ലെങ്കിൽ ഇച്ചിരി ബൂസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കും എടുത്തോ, എനിക്ക് അതാ ഇഷ്ടം. പിന്നെ അവിടെ നിന്നേതാ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് രാത്രി ചോറ് വേണ്ട. ചോറ് കഴിച്ചാലേ വണ്ണം കൂടുക ഇതുണ്ടോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ ചപ്പാത്തിയാ കഴിക്കുന്നത്. എനിക്ക് രാത്രി ചപ്പാത്തി മതി. കറി എന്തായാലും കുഴപ്പമില്ല, മീൻകറി കാണുമല്ലോ, അത് മതി. ചപ്പാത്തിയും മീൻകറിയും മതി, എനിക്ക് ചോറ് വേണ്ട. അയ്യോ, ഇവിടെ രാത്രിയിൽ അങ്ങനെ എന്താണോ അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കലൊന്നുമില്ല. ചോറാണ് എല്ലാരും കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യമൊന്നും ഇല്ല. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എനിക്ക് ലഘുവായിട്ട് എന്തെങ്കിലും പുറത്തൊന്ന് മേടിച്ചാൽ മതി. വല്ല പൊറോട്ടയോ അല്ല മന്തിയോ എന്നാലും മതി, അത് മതി എനിക്ക്. എന്നാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി. പിന്നെ രാത്രി ഭയങ്കര കരച്ചിലാണ് കുഞ്ഞട്ടോ. പെട്ടെന്ന് കുഞ്ഞിനെ തൊട്ടിന്നൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇന്നലെ വരെ ഉമ്മായിരുന്നല്ലോ. അപ്പൊ ഇതൊരു കഴിഞ്ഞ മതി, ഇവിടെ ഒരു ബെഡ് വിരിച്ചു തരാം. അപ്പൊ ഇത്തേക്ക് പെട്ടെന്ന് എടുത്ത് കുഞ്ഞിന്റെ കയ്യിലോട്ട് എടുത്ത് തരാമല്ലോ. അയ്യോ മോളെ, അത് ഇത്ത പറയാൻ വിട്ടുപോയി. പിന്നെ ഇത്തായിക്കാണെങ്കിൽ രാത്രിയിൽ ഉറക്കം ഒഴിയാൻ പറ്റത്തില്ല, തലവേദന എടുക്കും. അതുകൊണ്ട് രാത്രി ഉമ്മ വന്ന് കിടക്കാൻ പറ, പകൽ ഇത്ത നോക്കിക്കോളാം, അത് കുഴപ്പമൊന്നുമില്ല. രാത്രി എനിക്ക് ഉറക്കം ഒഴിയാൻ പറ്റത്തില്ല മോളെ, ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ഇത്തായിക്ക്. ഉമ്മ വന്ന് കിടക്കട്ടെ, ഇത്ത അപ്പുറത്തെ റൂമിൽ അങ്ങനെ പോയി കിടന്നോളാം കേട്ടാ. സാധനം എന്തുവാടി പെണ്ണുമ്പുള്ള. ആ വനജ ഒന്ന് ഞാൻ വിളിക്കട്ടെ. ഇതാണോ പറഞ്ഞത് നല്ല രീതിയിൽ നോക്കുന്നൊക്കെ? ഞാൻ എന്ത് ജോലി പറഞ്ഞാലും അവരിങ്ങോട്ട് എതിരാ പറയുന്നത്. ഇതൊന്നും എനിക്ക് അറിയാമേത്തൊണ്ടൊന്നുമല്ല. പിന്നെ അതിനൊരു പിഴവ് പറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരാളെ അവിടെ നിർത്താന്ന് വിചാരിച്ചത്. ഇത് ഇവർക്ക് അവരുടെ കാര്യം നോക്കാൻ തന്നെ അവർക്ക് സമയമില്ല. ഇപ്പൊ ഉറക്കം ഒഴിയാൻ പോലും പറ്റത്തില്ലെന്ന്. എന്തുവാ ഇത്? എല്ലായിടവും നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് കുഞ്ഞിന്റെയും തള്ളയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കി രാത്രി കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കും. ഇത് അവർക്കും വയ്യെന്ന്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വിടുന്നതല്ലേ നല്ലത്, വെറുതെ കാശ് കൊടുക്കണ. കുറച്ചു ദിവസം നോക്കാമ്മ, ഒരാളെ കിട്ടാനൊരു പാടല്ലേ. ചിലപ്പോ ഇവരിങ്ങനെ ആയിരിക്കും, എനിക്കും തോന്നി. ഭയങ്കര ഇത്. എന്തായാലും ഇപ്പൊ കുറച്ചു ദിവസം നോക്ക്, പറ്റിയില്ലേ നമുക്ക് പറഞ്ഞു വിടാം. അവർക്ക് രാത്രി കിടക്കാൻ പോലും വയ്യെന്ന് പറഞ്ഞവർക്ക് തലവേദന എടുക്കുമെന്ന് അവർക്ക്. നോക്കാം, 2 ദിവസം കൂടെ ഇവർ എന്താ നോക്കിയെന്ന്. എവിടാണെന്ന് കാണുന്നില്ല, ഒന്ന് നോക്കട്ടെ. വന്നപ്പോ പോലെ അവരങ്ങ് പെരളി നടക്കും ഇവിടൊക്കെ. എവിടൊക്കെയാണ് കയറി ഇരിക്കുന്ന അറിയത്തില്ല. ഞാൻ പോയി ചെന്ന് നോക്കിയിട്ട് വരട്ടെ. മോളപ്പുറത്തേക്ക് കിടക്കും. എടി വനജെ, എന്തായാലും ഈ ജോലി കൊള്ളാട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടു ജോലിയെക്കാട്ടും നല്ല സുഖമുണ്ട്. ഇതാകുമ്പോ മാസലാസം ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ശമ്പളവും കിട്ടും. ജോലിയാണെങ്കിൽ ചെയ്യുകയും വേണ്ട, അനങ്ങാതെ ഇരുന്ന് ശമ്പളം പിടിക്കുന്നതാ. ഇതിപ്പോ വലിയ പാടൊന്നും ഇല്ലല്ലോടി. നീയല്ലേ പറഞ്ഞത് എന്ത് ഇച്ചിരി ടഫാണെന്ന് ജോലി. ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. പിന്നെ കൊച്ചിനെ ഒന്ന് കുളിപ്പിക്കണം, ആ പെണ്ണിനെ ഒന്ന് കുളിപ്പിക്കണം, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ കൊച്ചിന്റെ തുണിയൊക്കെ പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാം, അതാ നല്ലത്. പിന്നെന്താ, പിന്നെ ഫുഡിന്റെ കാര്യത്തിനാണെങ്കിലും സുഖം. എനിക്കിഷ്ടമുള്ള ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചോറൊക്കെ 4 നേരം വെട്ടി വിരിക്കുന്നത്. ഞാനിപ്പോ രാത്രി ചപ്പാത്തി
ചായ കുടിക്കുന്നത്, ഞാനിപ്പോ തന്നെ പാല് കാച്ചിയത്, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ തീറ്റയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നല്ല ഫുഡൊക്കെ ഉണ്ട്. ഇനി എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഇങ്ങനത്തെ വല്ല ജോലി ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി ഞാൻ വീട്ടു ജോലിക്കൊന്നും പോകുന്നില്ല. പണ്ടാറ് ജോലി ചെയ്ത് വെച്ചിട്ട് നടു ഓടിക്കും. പകുതി കാശ് മൊത്തം ഹോസ്പിറ്റലിൽ കൊടുക്കാനേ എനിക്ക് നേരമുള്ളൂ. അപ്പൊ എന്തായാലും ശരി, എന്റെ ഭാഗ്യം ഈ ജോലിക്ക് വരാനിരുന്നവര് വരാൻ പറ്റാത്തത്. അപ്പോഴേ ശരി എന്നാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വിളിക്കാൻ നിന്നെ ഞാൻ. കൊള്ളാം. അപ്പൊ നീ ഇവിടുന്ന് സുഖമായിട്ട് ഇരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അനുജ ഒന്ന് ഞാനൊന്ന് വിളിക്കട്ടെ, ഞങ്ങൾക്ക് ഇവളിങ്ങനെ മുട്ടം പണിയെ തന്ന കാര്യമൊക്കെ. പിന്നെ നാളെ നേരം വെളുക്കുമ്പോ ഉണ്ടല്ലോ ഇവിടുന്ന് പൊക്കോണം. പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങൾ വേറെ ആരും ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേ, ഇത് എന്റെ മോടെ കടന്നിൽ പ്രസവ. അതിനൊരു പിഴ, എനിക്കിതൊന്നും അറിയാത്ത പണിയൊന്നും അല്ല. അതിനൊരു പിഴ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരാളെ നിർത്തി ചെയ്യാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ഉടായിപ്പോ. വന്നപ്പം മുതൽ നമ്മൾ ഓരോ ജോലി പറയുമ്പോ അവര് അതല്ല ഇതാണ് അതാണ്. സൂഹിക്കാൻ വന്നെയാണോ? പറ്റത്തില്ല. അതുകൊണ്ട് നാളെ തന്നെ ഇവിടുന്ന് പൊക്കോ. നിങ്ങൾ വന്നതിന്റെ വണ്ടക്കുഴി ഉണ്ടല്ലോ അത് ഞാൻ തന്നേക്കാം. ഞങ്ങൾ വേറെ ആരും നോക്കിക്കോളാം. ഞാൻ പണി അറിയാത്തതിനൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടിട്ട്. അത് ശരിയാണ്, ഞാൻ ഈ ജോലിക്കൊന്നും പോയിട്ടില്ല. ഞാൻ സാധാരണ വീട്ടു ജോലിക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ ജോലിക്ക് വരാനിരുന്നവർക്ക് അവരുടെ മോനിക്ക് ഏതാണ്ട് ഒരു ആക്സിഡന്റ് പറ്റി അവർ ഹോസ്പിറ്റലില്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. എനിക്ക് എല്ലാ ജോലിയും ചെയ്തോളാം, വേണം നിങ്ങളുടെ വീട്ടുപണി വേണമേ ഞാൻ ചെയ്തോളാം. പറഞ്ഞു വിടല്ലേ. ഇവിടുന്ന് കാശ് കിട്ടുന്ന കണ്ടുകൊണ്ടാണ് എന്റെ മോന്റെ ഫീസ് അടയ്ക്കാതെ ഞാൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വേറൊരു വീട്ടു ജോലിക്ക് പോകാനിരുന്ന അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇതിന് വന്നത്. ഇനി ആ ജോലിയും കിട്ടത്തില്ല. നല്ലതുപോലെ തന്നെ നിങ്ങളുടെ മോളെ കൊച്ചിനെ ഒക്കെ ഞാൻ നോക്കിക്കോളാം. വേണം ഇവിടുത്തെ പണികൾ വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. പറഞ്ഞു വിടരുത് തന്നെ. ശരി, വീട്ടുപണിയൊന്നും ചെയ്യണ്ട, അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് ചെയ്യുന്ന ജോലിയൊക്കെ തന്നെ ഉള്ളു. നിങ്ങള് കുഞ്ഞിന്റെയും എന്റെ മോടെ കാര്യങ്ങളും നോക്കിയാൽ മതി. കുഞ്ഞിന്റെ തുണിയൊക്കെ കല്ലേ കഴുകണം, വാഷിംഗ് മെഷീനല്ല കഴുകേണ്ടത്. പൊടിഞ്ഞ കുഞ്ഞിന്റെ തുണിയാ, അതൊന്നും മെഷീനിടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഞെരടി കഴുകിയെടുത്ത് അവർക്ക് സമയത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ രാത്രിയിൽ അവിടെ കൂടെ തന്നെ കിടക്കാൻ വേണം. താഴെ ഞാനൊരു പായ വിരിച്ചു തരാം, അങ്ങോട്ട് കിടന്ന് കൊച്ചിനെ കരയുമ്പോൾ എടുക്കണം. സിസേറിയൻ ചെയ്ത അവർക്ക് ചാടിയൊന്നും കൊച്ചിനൊന്നും എടുക്കാൻ പറ്റില്ല. കൊച്ചിനെ എടുത്ത് കയ്യിലോട്ടൊന്ന് കൊടുത്തച്ചാൽ മതി. വീട്ടുപണിയൊന്നും ചെയ്യണ്ട. സമയസമയത്തിനുള്ള ആഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം. കിടക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉറക്കൊഴിയുന്നതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ചുമ്മാ ഞാൻ തട്ടി കിട്ടുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞ എല്ലാ ഡിമാൻഡും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ വേറൊരു ഡിമാൻഡും നിങ്ങൾ സ്വീകരിക്കണം. എനിക്ക് രാത്രി ചോറ് കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചപ്പാത്തി എന്തെങ്കിലും മതി. അതിനുള്ള തയ്യാറെടുപ്പ് നോക്കിക്കോട്ടോ. അത് കൊള്ളാം.